ടേണേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. മൈസെൽഫ് ഡോക്ടർ ജുറേജ് കെ. സയന്റിഫിക് ഓഫീസർ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ടേണേഴ്സ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി വളരെ ചിട്ടയോടുകൂടിയ പരിശീലന പരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. വർഷങ്ങളോളം പരിശീലന മേഖലയിൽ പരിചയ സമ്പത്തുള്ള അക്കാഡമി അവസാനം നടന്ന ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കുകയും ചെയ്തു. അക്കാഡമിയുടെ പരിശീലനത്തിന്റെ ഭാഗമായി ഇന്ന് നമുക്ക് വരുന്ന സയന്റിഫിക് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ഹ്രസ്വമായ പാഠഭാഗം ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ടോപ്പിക് ആരോമാറ്റിസിറ്റി എന്നുള്ളതാണ്. ആരോമാറ്റിസിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആരോമാറ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റെബിലൈസേഷൻ ഫിനോമിനയാണ്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു മോളിക്യൂളാണ് ബെൻസീൻ എന്ന് പറയുന്ന മോളിക്യൂൾ. ഈ ബെൻസീൻ എന്ന് പറയുന്ന ഈ മോളിക്യൂളിൽ 3 ഡബിൾ ബോണ്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു സൈക്ലോഹെക്സീൻ എടുക്കുന്ന സമയത്ത് അതിലൊരു സിംഗിൾ ഡബിൾ ബോണ്ട് ഉള്ളത്. ഈ സിംഗിൾ ഡബിൾ ബോണ്ട് ഓർഡിനറി അഡീഷൻ റിയാക്ഷൻ നടത്തുന്നതാണ്. അഡീഷൻ റിയാക്ഷൻ ഇവിടെ ക്ലോറിനേഷൻ നടന്നു. അക്രോസ് ഡബിൾ ബോണ്ട് 2 ക്ലോറിൻ ആഡ് ചെയ്തു. പക്ഷേ ബെൻസീനിൽ ഇതുപോലുള്ള അഡീഷൻ റിയാക്ഷൻ നടക്കുന്നില്ല. എന്തുകൊണ്ട്? അതിന്റെ കാരണം ബെൻസീനിലുള്ള ഈ 3 പൈ ബോണ്ട് സൈക്ലോഹെക്സീനിൽ ഉള്ളതുപോലെ യൂഷ്വൽ പൈ ബോണ്ട് അല്ല. ആ പൈ ബോണ്ട് ഡീലോക്കലൈസിങ് പൈ ബോണ്ടാണ്. നമുക്ക് റെസണൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബെൻസീനിലുള്ള പൈ ബോണ്ട് ഇതുപോലെ ഡീലോക്കലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 പൈ ബോണ്ടുകൾ ഡീലോക്കലൈസ് ചെയ്ത് ഒരു സ്റ്റെബിലിറ്റി കൈവരിക്കും. അപ്പൊ ബെൻസീനിൽ ഈ ഡീലോക്കലൈസേഷന്റെ ഫലമായി ബെൻസീനിന് കിട്ടുന്ന അൺയൂഷ്വൽ സ്റ്റെബിലിറ്റി, ആ സ്റ്റെബിലിറ്റിയെ വിളിക്കുന്ന ടേം ആണ് ആരോമാറ്റിസിറ്റി. ജനറലി നമുക്ക് അങ്ങനെ പറയാം. ആരോമാറ്റിസിറ്റി ഡിഫൈൻ ചെയ്യാൻ നമ്മൾ പോകുന്നേ ഉള്ളൂ. അപ്പൊ ആരോമാറ്റിസിറ്റി എന്ന ടേം നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ കോറിലേറ്റ് ചെയ്യേണ്ടത് അതിന്റെ റിയാക്ടിവിറ്റിയും അതിന്റെ സ്റ്റെബിലിറ്റിയുമാണ്. അതായത് അൺയൂഷ്വൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ആ മോളിക്യൂളിന് ഓർഡിനറി ഡബിൾ ബോണ്ട് റിയാക്ട് ചെയ്യുന്നത് പോലെ അത് റിയാക്ട് ചെയ്യത്തില്ല. ഓക്കെ, അരോമാറ്റിസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ടെർമിനോളജി നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ആദ്യമായിട്ട് കോൺജുഗേറ്റഡ് സിസ്റ്റം. എന്താണ് കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്? എന്താണ് കോൺജുഗേറ്റഡ് സിസ്റ്റം? നമ്മൾ 4 ടൈപ്പ് സിസ്റ്റം ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. ഒന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട് ഉള്ള സിസ്റ്റമാണ്. അപ്പൊ ഏതൊരു ഓൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട് ഉള്ള കണ്ടിന്യൂസ് ഓൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട് ഉള്ള സിസ്റ്റം എടുത്താൽ അത് കോൺജുഗേറ്റഡ് ആണ്. എങ്ങനെയായി കോൺജുഗേറ്റഡ് എന്ന് പറയുന്നത്? ഡബിൾ ബോണ്ട് ഡീലോക്കലൈസ്ഡ് ആണ്. ലോക്കലൈസ്ഡ് അല്ല, ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യത്തില്ല. ഈ പൈ ബോണ്ട് ഈ CC സിഗ്മ ബോണ്ടിലോട്ട് ഡീലോക്കലൈസ് ചെയ്യുന്ന സമയത്ത് ഈ പൈ ബോണ്ട് കാർബണിലോട്ട് ഡീലോക്കലൈസ് ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ മറ്റൊരു കനോണിക്കൽ സ്ട്രക്ചർ കിട്ടും. ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, മിഡിൽ പൈ ബോണ്ട് വരും. ഇതിനെയാണ് റെസണൻസ് എന്ന് പറയുന്നത്. ദിസ് ഫിനോമിന ഈസ് കോൾഡ് റെസണൻസ്. ഓക്കെ, ഒന്നാമത്തത് അപ്പൊ നമ്മൾ കോൺജുഗേറ്റഡ് സിസ്റ്റം ഡിഫൈൻ ചെയ്തു. ഓൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട് ഉള്ള സിസ്റ്റം ആണ്. ഓക്കെ, രണ്ടാമത്തെ സിസ്റ്റം ഞാൻ ഇവിടെ റെഡ് കളേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സിസ്റ്റത്തിൽ ആ ഡബിൾ ബോണ്ട് ഉള്ള സ്ഥാനത്ത് രണ്ടാമത്തെ പൊസിഷനിൽ അവിടെ കാർബോ കാറ്റോൺ ആ വന്നത്, പോസിറ്റീവ് ചാർജ് വന്നത്, CH2+ ആണ്. ഇതിന് അലൈൽ കാറ്റോൺ ആണെന്ന് പറയുന്നത്. അപ്പൊ അലൈൽ കാറ്റോൺ എവിടെ ഉണ്ടെങ്കിലും അലൈൽ കാറ്റോണും എന്താണ്? ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. ഇവിടെ കോൺജുഗേഷൻ നടക്കുന്നത് ഈ പൈ ബോണ്ടും ഇവിടെ കാർബോ കാറ്റോണിന്റെ ഇവിടെ ഒരു വാക്കന്റ് പി ഓർബിറ്റൽ ഉണ്ടാവും. നമുക്കറിയാം കാർബോ കാറ്റോൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അവിടെ വാക്കന്റ് പി ഓർബിറ്റൽ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈ തരത്തിലുള്ള കോൺജുഗേഷൻ ഉണ്ടാവും. നിങ്ങൾ കാര്യമായിട്ട് ഈ സിസ്റ്റം ആണ് കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് മനസ്സിലാക്കുക. അതിന്റെ ഡീലോക്കലൈസേഷൻ ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, മൂന്നാമത്തെ സിസ്റ്റം പോസിറ്റീവ് ചാർജുള്ള പൊസിഷനിൽ കാർബ ആനയോൺ ആണ്. ഓക്കെ, കാർബ ആനയോൺ ആണ്.
H2- കാർബാനിയോൺ ആണ്. ഓക്കെ, ഈ കാർബാനിയോണിലും ഡീലോക്കലൈസേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ ഡീലോക്കലൈസേഷൻ ഉണ്ടാവുന്നത് ഇവിടെയുള്ള ലോൺ പെയർ CC ബോണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പൈ ബോണ്ട് ഈ ഒരു കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന കാനോണിക്കൽ സ്ട്രക്ചർ ഇവിടെ പൈ ബോണ്ട് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും. അപ്പോൾ അലൈൽ ആനിയോൺ സിസ്റ്റം അനദർ കോൺജുഗേറ്റഡ് സിസ്റ്റം. നാലാമതായി പറയുന്നത് ഹെട്രോ ആറ്റം. ഇവിടെ കാർബണിൽ ലോൺ പെയർ ഇലക്ട്രോൺ ആണ്, അവിടെ നെഗറ്റീവ് ചാർജ് ആണ്. പക്ഷെ നെഗറ്റീവ് ചാർജ് ഒന്നും ഇല്ലാതെ കാർബണിന് പകരം ഒരു ഹെട്രോ ആറ്റം ക്യാൻ ബി നൈട്രജൻ, ഓക്സിജൻ, സൾഫർ എക്സെട്ര. അപ്പൊ ഇങ്ങനെ ഹെട്രോ ആറ്റം അഡ്ജസന്റ് ടു ഡബിൾ ബോണ്ട് ഇങ്ങനെ വന്നാലും അവരെന്താണ്? കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. ഇവിടെ എങ്ങനെയാ കോൺജുഗേഷൻ ഉണ്ടാവുക? ഈ ലോൺ പെയർ ഇലക്ട്രോൺ CC ബോണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പൈ ബോണ്ട് ഈ ഒരു കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ മറ്റൊരു കാനോണിക്കൽ ഫോം റെസണൻസിന്റെ ഫലമായി കിട്ടും. ഇവിടെ Z+ അതിന്റെ ഒരു ഇലക്ട്രോണ് ഇങ്ങോട്ടേക്ക് ഡബിൾ ബോണ്ടിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ ഈ 4 സിസ്റ്റമാണ് നമ്മുടെ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന്റെ റെഫറൻസ്. ഒന്നുകൂടെ പറയാം, ഓൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ ആ സിസ്റ്റം കോൺജുഗേറ്റഡ് ആണ്. 2 അലൈൽ സിസ്റ്റം ആ ഒരു നിങ്ങൾ പറയപ്പെടുന്ന സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അലൈൽ സിസ്റ്റം എന്താണ്? അലൈൽ കാറ്റയോൺ കോൺജുഗേറ്റഡ് ആണ്, അലൈൽ ആനിയോൺ കോൺജുഗേറ്റഡ് ആണ്, ഹെട്രോ ആറ്റം അഡ്ജസന്റ് ടു ഡബിൾ ബോണ്ടും കോൺജുഗേറ്റഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ കോൺജുഗേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഒരു കാര്യം നോക്കുക. കോൺജുഗേറ്റഡ് കാർബൺ നിങ്ങളൊരു സിസ്റ്റത്തിൽ കോൺജുഗേറ്റഡ് കാർബൺ എല്ലാം sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. കോൺജുഗേഷൻ എവിടെയുണ്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ട് എവിടെയുണ്ടോ അവിടെയൊക്കെ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഇപ്പോ ഒന്നാമത്തെ സിസ്റ്റം നമുക്കറിയാം, ഡബിൾ ബോണ്ട് sp2 ആണ്, ഡബിൾ ബോണ്ട് sp2 ആണ്, sp2 ഇവിടെ sp2 അലൈൽ സിസ്റ്റത്തിൽ ഡബിൾ ബോണ്ടഡ് കാർബൺ sp2 നമുക്കറിയാം, കാർബോ കാറ്റയോണും sp2 ആണ്. ഇനി ഡൗട്ട് വരുന്ന ഒരു കേസ് ആണ് നോർമൽ കാർബാനിയോൺ. ഇപ്പൊ CH3- എന്ന് പറയുന്ന ഇയാള് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് sp2. എന്തുകൊണ്ട് അത് sp2 ആയി? അത് sp2 ആവാനുള്ള റീസൺ ഈ കാർബാനിയോൺ അഡ്ജസന്റ് ടു ഡബിൾ ബോണ്ട്, അപ്പോൾ അവിടെ ഒരു ഡീലോക്കലൈസേഷൻ വരും. ആ കാർബണിന് മൾട്ടിപ്പിൾ ബോണ്ട് അക്യൂർ ചെയ്യാൻ പറ്റും. ഇതാ നോക്കൂ, ഈ കാർബൺ ഇവിടെ സിംഗിൾ ബോണ്ട് ഉള്ള കാർബൺ ഇപ്പൊ ഡബിൾ ബോണ്ടഡ് ആയില്ലേ ഡ്യൂ ടു ഡീലോക്കലൈസേഷൻ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡിഫൈൻ ചെയ്യണം, കാർബാനിയോൺ അഡ്ജസന്റ് ടു ഡബിൾ ബോണ്ട് sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും, അല്ലെ കാർബാനിയോൺ കോൺജുഗേഷനിൽ ഉള്ള കാർബാനിയോൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. കോൺജുഗേഷനുള്ള കാർബാനിയോൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അടുത്ത പോയിന്റ് ഹെട്രോ ആറ്റം. ഇപ്പൊ നമ്മൾ ഒരു സിമ്പിൾ ആയിട്ട് ഒരു അമീൻ നമുക്കറിയാം, അമീൻ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. പക്ഷേ ഞാനൊരു അമീൻ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതായത് നൈട്രജൻ അഡ്ജസന്റ് ടു മൾട്ടിപ്പിൾ ബോണ്ട്. ഇയാൾ ഏതാണ്? ഈ നൈട്രജൻ sp2 ആണോ sp3 ആണോ? ഇസ് ഡിഫൈൻഡ് ആസ് sp2. എങ്ങനെ അത് sp2 വന്നു? നോക്കൂ, ഇവിടെ ഈ ലോൺ പെയർ ഇലക്ട്രോണ് കോൺജുഗേറ്റഡ് ആണ്, മൾട്ടിപ്പിൾ ബോണ്ടുമായിട്ട് കോൺജുഗേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സിസ്റ്റം എങ്ങനെ വരും? NH2+ മൾട്ടിപ്പിൾ ബോണ്ട് മൈനസ്. അപ്പൊ നോക്കൂ, നൈട്രജന് മൾട്ടിപ്പിൾ ബോണ്ട് വന്നില്ലേ, ഡബിൾ ബോണ്ട് വന്നില്ലേ, അതുകൊണ്ടാണ് അത് sp2 എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആദ്യമേ പഠിച്ചു വെച്ചേക്കുക, ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, ആൽക്കീന് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, കാർബോ കാറ്റയോൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അടുത്ത പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാർബാനിയോൺ അഡ്ജസന്റ് ടു ഡബിൾ ബോണ്ട് അല്ലെ കാർബാനിയോൺ ഇൻ കോൺജുഗേഷൻ ഇറ്റ്സ് ഓൾസോ sp2 ഹൈബ്രിഡൈസ്ഡ്. ഹെട്രോ ആറ്റം വിച്ച് ഈസ് ഇൻ കോൺജുഗേഷൻ ഓൾസോ sp2 ഹൈബ്രിഡൈസ്ഡ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാര്യം അതാണ്, എല്ലാ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് കോൺജുഗേഷൻ കാണിക്കത്തുള്ളൂ. റൈറ്റ്. ഇനി നമ്മൾ ഈ ഡീലോക്കലൈസേഷൻ എന്തിന്റെ ഡീലോക്കലൈസേഷൻ ആ പറയുന്നത്? വി ആർ ഡീലിംഗ് വിത്ത് ഇലക്ട്രോൺ ആണ് ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു ഡീലോക്കലൈസേഷനിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാ കൗണ്ട് ചെയ്യുക? നമുക്കറിയാം, ഒരു പൈ ബോണ്ടിൽ 2 ഇലക്ട്രോൺ ആണ്. സോ 2 ഇലക്ട്രോൺ ഫ്രം ഈച്ച് പൈ ബോണ്ട്. അതാ നമുക്ക് അറിയുന്ന കാര്യം. ഇനി നമ്മൾ നൈട്രജൻ ഒക്കെ ഉള്ള ഒരു സിസ്റ്റം, ഇപ്പോൾ ഹെട്രോ ആറ്റം നമുക്കറിയാം, ഹെട്രോ ആറ്റം അത് നൈട്രജൻ ആണെങ്കിൽ അതിനൊരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാകും, ഓക്സിജൻ ആണെങ്കിൽ 2 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാകും, സൾഫർ ആണെങ്കിൽ 2 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാകും, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കോൺജുഗേഷനിൽ ഹെട്രോ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ നൈട്രജൻ ആണ് കോൺജുഗേഷനിൽ ഉള്ളതെങ്കിൽ
2 ഇലക്ട്രോൺ നൈട്രജൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, 2 ഇലക്ട്രോൺ. അത് കോൺജുഗേഷനിൽ ഉള്ള ഇലക്ട്രോൺ ആദ്യം, ഇപ്പൊ നമ്മളെ ഒരു കേസ്, ഇപ്പൊ ഇവിടുത്തെ എടുത്ത കേസ്, ഇവിടെ ആദ്യം നൈട്രജൻ സിംഗിൾ ബോണ്ടഡ് ആണ്. ഇവിടെ നൈട്രജൻ സിംഗിൾ ബോണ്ടഡ് ആണ്. അതുകൊണ്ടാണ് ഈ 2 ഇലക്ട്രോൺ കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ബോണ്ട് വരും, ഡബിൾ ബോണ്ടഡ് നൈട്രജൻ വരുന്ന കേസ് ഉണ്ടാവും ചില സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പൊ അത് നമുക്ക് എക്സാമ്പിൾ പറയുന്നതിന് മനസ്സിലാവും. ഇപ്പൊ ഇവ മനസ്സിലാക്കുക, 2 ഇലക്ട്രോൺ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള നൈട്രജനിൽ നിന്ന് നമുക്ക് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഡബിൾ ബോണ്ടഡ് നൈട്രജൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ട്. വളരെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ അറിയുന്ന ഒരു കോമ്പൗണ്ട് ആണ് പിറോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട്. പിറോളിൽ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. അതുപോലെ മറ്റൊരു കോമ്പൗണ്ട് ആണ് പിരിഡിൻ. നിങ്ങൾ അറിയുന്ന ഒരു കോമ്പൗണ്ട് ആണ് പിരിഡിൻ. ഇതിൽ രണ്ടിലും നൈട്രജൻ ഉണ്ട്. ഇവിടെയും ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യം 2 ഇലക്ട്രോൺ ഫ്രം സിംഗിൾ ബോണ്ടഡ് നൈട്രജൻ, അതായത് സിംഗിൾ ബോണ്ടഡ് നൈട്രജൻ ആണ് നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ളതെങ്കിൽ നമ്മൾ ഡീലോക്കലൈസേഷനിൽ ആ ഇലക്ട്രോണിനെ കൗണ്ട് ചെയ്യും. അതായത് ഇവിടെയുള്ള 2 ഇലക്ട്രോൺ കൗണ്ട് ചെയ്യും. അപ്പൊ ഇതിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺ? 2 2 2 6 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ നൈട്രജൻ ഡബിൾ ബോണ്ടഡ് ആണെങ്കിൽ അതിലുള്ള ലോൺ പെയർ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷനിൽ കൗണ്ട് ചെയ്യത്തില്ല. അപ്പൊ ഇവിടെ ഉള്ളത് കൗണ്ട് ചെയ്യില്ല. അപ്പൊ ടോട്ടൽ ഇവിടെ എത്ര ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോണാ? ഈ ഡബിൾ ബോണ്ട് 2 2 2, ഇവിടെയും 6. ഈ ഇലക്ട്രോൺ അവിടെ കൗണ്ട് ചെയ്യത്തില്ല. അതാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ്, നമ്മുടെ ഓക്സിജനിൽ 2 പെയർ ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഓക്സിജന്റെ 2 പെയറിൽ നമ്മൾ ഒരു പെയർ ഇലക്ട്രോൺ ആണ് ഡീലോക്കലൈസേഷന് വേണ്ടി കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യും. ഇവിടെ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്തൊക്കെയാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കോൺജുഗേറ്റഡ് സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ട്രിക്ക്, എല്ലാ കാർബണും അല്ലെ എല്ലാ ആറ്റവും sp2 ഹൈബ്രിഡൈസ്ഡ് ആണോ എന്ന് നോക്കുക. ഈ ഒരു ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കുക, ഡബിൾ ബോണ്ടഡ് sp2 ആണ്, ഡബിൾ ബോണ്ടഡ് sp2 ആണ്, sp2 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 sp2, ബട്ട് ദിസ് കാർബൺ ഈസ് നോട്ട് ഡബിൾ ബോണ്ടഡ്. അതുകൊണ്ട് ഇയാൾ sp3 ആണ്. അപ്പൊ ഒരു കാർബൺ sp3 വന്നു. അതുകൊണ്ട് ഹോൾ സിസ്റ്റം എന്താണ്? കോൺജുഗേറ്റഡ് അല്ല, ഇയാൾ നോൺ കോൺജുഗേറ്റഡ് ആണ്. ഇത് നോൺ കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ ഇത് നോൺ കോൺജുഗേറ്റഡ് ആണ്. അടുത്ത കോമ്പൗണ്ട് നോക്കുക, sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, ഡബിൾ ബോണ്ടഡ് ആയതുകൊണ്ട് sp2 ആണ്, ഡബിൾ ബോണ്ടഡ് ആയതുകൊണ്ട് sp2 ആണ്, ഡബിൾ ബോണ്ടഡ് ആയത് sp2 sp2, റൈറ്റ്. നൈട്രജൻ ഡബിൾ ബോണ്ടഡ് ആണ് sp2. സോ എല്ലാ ആറ്റവും എന്താണ്? sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് ഈ സിസ്റ്റം എന്താണ്? കോൺജുഗേറ്റഡ് ആണ്. ഓക്കെ, അടുത്ത കോമ്പൗണ്ട് നോക്കിയേ, sp2 കാർബൺ sp2 ആണ്, sp2 ഡബിൾ ബോണ്ട് ആൽക്കീൻ വരുന്നേരം sp2 ആണ്. ഇനി അടുത്ത പ്രശ്നം വരുന്ന ഈ ഓക്സിജൻ അല്ലേ, ഇത് ഫ്യൂരാൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. ഈ ഫ്യൂരാൻ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിൽ ഈ ഓക്സിജൻ സിംഗിൾ ബോണ്ടഡ് ആണ്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം വരും. അതാണ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തത്. ഹെട്രോ ആറ്റത്തിന്റെ നെക്സ്റ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കും? കോൺജുഗേറ്റഡ് ആയിരിക്കും. ഇപ്പൊ ഓക്സിജൻ ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഹെട്രോ ആറ്റത്തിന്റെ നെക്സ്റ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഡീലോക്കലൈസേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓക്സിജന്റെ കേസിൽ ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. ജസ്റ്റ് ഞാൻ ആ പോർഷൻ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും വരും, കാരണം ഇതിന്റെ 2 ഇലക്ട്രോൺ ഉപയോഗിച്ച ഡബിൾ ബോണ്ട്. അപ്പൊ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടാവും. നോക്കൂ, ഇപ്പൊ ഓക്സിജൻ എന്തായി? ഡബിൾ ബോണ്ട് വന്നില്ലേ? അപ്പൊ ഇയാൾ sp2 ഹൈബ്രിഡൈസ്ഡ്, റൈറ്റ്. പിന്നെ മറ്റൊരു പോയിന്റ്, ഓക്സിജനിൽ 2 ലോൺ പെയർ ഉള്ളതിൽ ഒരു ലോൺ പെയർ മാത്രമേ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോ അതാണ് നമ്മളെ പോയിന്റ് പറഞ്ഞത്. ഹെട്രോ ആറ്റത്തിന്റെ നെക്സ്റ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അയാളും എന്തായിരിക്കും? sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. സോ ഹോൾ സിസ്റ്റം ഈസ് കോൺജുഗേറ്റഡ്. ഓക്കെ, ഇനി അടുത്ത സിസ്റ്റം നോക്കൂ, sp2 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 sp2, എല്ലാ കാർബണും sp2 ആൻഡ് ദിസ് ഓൾസോ കാർബോകാറ്റോൺ sp2 ആണ്. അപ്പോ ഹോൾ സിസ്റ്റം എന്താണ്? കോൺജുഗേറ്റഡ് ആണ്. ഓക്കെ, കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. അടുത്തത് നോക്കൂ, ഡബിൾ ബോണ്ട് sp2 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 sp2. ഇനി അടുത്തത് ഇവിടെ കാർബാനിയോൺ ആണ് വന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാർബാനിയോൺ നെക്സ്റ്റ് ടു ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഡീലോക്കലൈസ്ഡ് കോൺജുഗേഷനിലുള്ള കാർബാനിയോൺ എന്താണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുകൊണ്ട് ഈ സിസ്റ്റം എന്താണ്? കോൺജുഗേറ്റഡ് ആണ്. ഓക്കെ,
അപ്പൊ കോൺജുഗേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സിസ്റ്റം കോൺജുഗേറ്റഡ് ആണോ അല്ലെ ഡീലോക്കലൈസ്ഡ് ആണോ അല്ലേ എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണോ നോക്കുക, റൈറ്റ്? അപ്പൊ അതിന് കോൺജുഗേറ്റഡ് സിസ്റ്റം നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാലും നിങ്ങൾ അത് sp2 ഹൈബ്രിഡൈസ്ഡ് സിസ്റ്റം സ്റ്റേറ്റിലാണോ നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇവിടെ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ ഇലക്ട്രോണിന്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ആൽക്കീൻ വരുന്ന കേസിൽ, ഡബിൾ ബോണ്ട് വരുന്ന കേസിൽ അവിടെ 2 ഇലക്ട്രോൺ ഉണ്ടാവും ഡീലോക്കലൈസേഷൻ. ഇവിടെയും 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഇത് ഓൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട് ആണ്, ഡീലോക്കലൈസ്ഡ് ആണ്. ഇവിടെയും 2 ഇലക്ട്രോൺ ഉണ്ട്. ഹോൾ സിസ്റ്റം എന്താണ്? ഡീലോക്കലൈസ്ഡ് സിസ്റ്റം ആണ്, കോൺജുഗേറ്റഡ് ആണ്. ഇനി ഇവിടെ നോക്കൂ, നൈട്രജൻ ആക്ച്വലി ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നൈട്രജൻ ഡബിൾ ബോണ്ടഡ് നൈട്രജൻ ആണെങ്കിൽ അതിന്റെ ലോൺ പെയർ ഇലക്ട്രോൺ കൗണ്ട് ചെയ്യത്തില്ല. അപ്പൊ ഇതിൽ ടോട്ടൽ പിരിഡിൻ എന്ന് പറയുന്ന ഇതിൽ 6 പൈ ഇലക്ട്രോൺ ആണുള്ളത്. ഓക്കെ, അടുത്ത ഒരു കോമ്പൗണ്ട് നോക്കിയേ, ഇവിടെയും 2 ഇലക്ട്രോൺ. നൈട്രജന്റെ ഇവിടെയുള്ള ലോൺ പെയർ ഇലക്ട്രോണും ഇവിടെയും ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട് നൈട്രജന്, റൈറ്റ്? അപ്പൊ ഈ ഡബിൾ ബോണ്ടഡ് നൈട്രജൻ ആയതുകൊണ്ട് ഈ ലോൺ പെയറും കൗണ്ട് ചെയ്യത്തില്ല. അപ്പൊ ടോട്ടൽ 2, 4, 6. ഇവിടെയും പിരിമിഡിനിലും 6 പൈ ഇലക്ട്രോൺ ആണുള്ളത്. ഓക്കെ, അടുത്ത കോമ്പൗണ്ട് പ്യൂരി എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്, ശ്രദ്ധിക്കണേ. അപ്പൊ എല്ലാം കോൺജുഗേറ്റഡ് ആണോ എന്ന് നിങ്ങൾ നോക്കുക, കാരണം എല്ലാം sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട 2 കോമ്പൗണ്ടും എന്താണ്? കോൺജുഗേറ്റഡ് ആണ്. ഇനി ഇതിന്റെ കേസിൽ ഇവിടെയും ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട് നൈട്രജനിൽ, ഇതിലും ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. ഡബിൾ ബോണ്ടഡ് നൈട്രജൻ ആയതുകൊണ്ട് ഈ ലോൺ പെയർ കൗണ്ട് ചെയ്യത്തില്ല, ഇവിടെയും കൗണ്ട് ചെയ്യത്തില്ല, ഇവിടെയും കൗണ്ട് ചെയ്യത്തില്ല. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ടിലുള്ള 2 ഇലക്ട്രോൺ, ഇത് ഡബിൾ ബോണ്ടഡ് നൈട്രജൻ അല്ല, സിംഗിൾ ബോണ്ടഡ് ആണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഇലക്ട്രോൺ കൗണ്ട് ചെയ്യും. അപ്പൊ 2 ഇലക്ട്രോൺ. ഇവിടെയും 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ. അപ്പൊ 2, 4, 6, 8, 10. ടോട്ടൽ 10 പൈ ഇലക്ട്രോൺ ആണ് ഈ സിസ്റ്റത്തിലുള്ളത്. ഓക്കെ, അപ്പൊ 10 പൈ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. ഓക്കെ, ഇനി അടുത്തത് ഫ്യൂരാൻ. നമുക്കറിയാം ഓക്സിജനിൽ 2 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്സിജനിൽ 2 ലോൺ പെയർ ഉണ്ടെങ്കിൽ ഒരു പെയർ ഇലക്ട്രോൺ നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല, ബട്ട് ഒരു പെയർ ഇലക്ട്രോൺ നമ്മൾ കൗണ്ട് ചെയ്യും. അപ്പൊ ഇവിടെ 2, 4, 6. അപ്പൊ ഫ്യൂരാനിൽ 6 പൈ ഇലക്ട്രോൺ. ഓക്കെ, അടുത്ത കോമ്പൗണ്ട് നോക്കി, നൈട്രജൻ സിംഗിൾ ബോണ്ടഡ് നൈട്രജൻ ആണ് ഇവിടെ. ഓക്കെ, സിംഗിൾ ബോണ്ടഡ് നൈട്രജൻ ആണ്. അപ്പൊ ഇവിടെയുള്ള ലോൺ പെയർ ഇലക്ട്രോൺ കൗണ്ട് ചെയ്യും. ഇവിടെ 2 ലോൺ പെയർ ഇലക്ട്രോൺ. ഇത് ഡബിൾ ബോണ്ടഡ് നൈട്രജൻ ആണ്, ഇവിടെയുള്ള ലോൺ പെയർ കൗണ്ട് ചെയ്യത്തില്ല. അപ്പൊ ടോട്ടൽ ഇതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2, 4, 6. ഇതിലും 6 പൈ ഇലക്ട്രോൺ. ഇങ്ങനെയാണ് നമ്മൾ ഡീലോക്കലൈസേഷനിലുള്ള ഇലക്ട്രോൺ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്, ഹക്കൽ റൂൾ. ഹക്കൽ റൂൾ ബേസ് ചെയ്തിട്ടാണ് ഒരു കോമ്പൗണ്ട് അത് ആരോമാറ്റിക് ആണോ അല്ലയോ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഹക്കൽ റൂൾ ആണ് ആരോമാറ്റിസിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഹക്കൽ റൂൾ അനുസരിച്ച് ഒരു കോമ്പൗണ്ട് അത് ആരോമാറ്റിക് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സൈക്ലിക്, ഇറ്റ് ഷുഡ് ബി പ്ലെനാർ, ഇറ്റ് ഷുഡ് ബി കോൺജുഗേറ്റഡ്. അതിൽ സൈക്ലിക് എന്താണെന്ന് നമുക്ക് അറിയുന്നതാണ്, അതായത് റിംഗ് സ്ട്രക്ചർ ആയിരിക്കണം. പ്ലെനാർ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും. പ്ലെനാർ എന്ന ഒരു സിംഗിൾ പ്ലെയിനിൽ വരിക എന്നുള്ളതാണ്. കോൺജുഗേറ്റഡ് നമ്മൾ ഇപ്പൊ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു കോൺജുഗേഷൻ എന്താണെന്ന്. ഇനി ഈ കോൺജുഗേഷനിലുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4n+2 എന്നുള്ള ഒരു ഫോർമുല ഒബേ ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോ ഒരുപാട് ഇലക്ട്രോൺ കൗണ്ട് ചെയ്തില്ലേ? ഇപ്പം നേരത്തെ ഒരുപാട് ഇലക്ട്രോൺ കൗണ്ട് ചെയ്തു. അതിൽ നമ്മൾ 6 പൈ കണ്ടു, 10 പൈ കണ്ടു. ഓക്കെ, ഈ പൈ ഇലക്ട്രോൺ എന്ന് പറയുന്ന ആ ഒരു എണ്ണം 4n+2 എന്ന് പറയുന്ന ഇക്വേഷൻ ഒബേ ചെയ്യണം. ഈ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കോമ്പൗണ്ട് എന്താണ്? ആരോമാറ്റിക് ആണ്. അപ്പൊ അതിനൊരു ഷോർട്ട് കട്ട് സൈക്ലിക്, സൈ, പ്ലെനാർ, പി, കോൺജുഗേറ്റഡ്, കോ. അപ്പൊ സൈക്കോ ഇലക്ട്രോണിന്റെ എണ്ണം 4n+2. നിങ്ങളുടെ കോമ്പൗണ്ട് സൈക്കോ 4n+2 ആണെങ്കിൽ ആ കോമ്പൗണ്ട് ആരോമാറ്റിക് ആയിരിക്കും. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ഹക്കൽ റൂൾ മറ്റൊരു ക്ലാസ് കോമ്പൗണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ആന്റി ആരോമാറ്റിക്. പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, ആരോമാറ്റിക്കിന്റെ എതിർ സ്വഭാവമുള്ള കോമ്പൗണ്ട് ആണ്, ഓപ്പോസിറ്റ് സ്വഭാവമുള്ള കോമ്പൗണ്ട് ആണ് ആന്റി ആരോമാറ്റിക്. അതിന്റെ കേസിൽ സൈക്ലിക് തന്നെയാണ്, പ്ലെനാർ തന്നെയാണ് ആള്, കോൺജുഗേറ്റഡ് തന്നെയാണ് ആള്.
പക്ഷെ ഒരു പ്രശ്നം, ഈ കോൺജുഗേറ്റഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഫോറിൻ ഇക്വേഷൻ ആണ് ഒബേ ചെയ്യുക. 4n+2 അല്ല. ഓക്കെ, ഫോറിൻ ഇക്വേഷൻ ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് റൂൾ, ഫോറിൻ ആന്റി അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ സൈക്ലിക് ആണ്, പ്ലെനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, ബട്ട് ഇറ്റ് ഈസ് 4n π ഇലക്ട്രോൺ. ഇപ്പൊ സൈക്കോ ഫോറിൻ ആണെങ്കിൽ കോമ്പൗണ്ട് അത് ആന്റി അരോമാറ്റിക് ആണ്. അപ്പൊ 4n+2 n എന്ന് പറയുന്നത് 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം. അപ്പൊ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാ വരിക? 0 കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ എണ്ണം 2 വരും. 1 4n+2 ഇക്വേഷൻ 1 കൊടുത്താൽ 6 വരും. 2 കൊടുത്തു കഴിഞ്ഞാൽ അത് 8 വരും. സോ ഓൺ. അപ്പോൾ 2π ഇലക്ട്രോൺ, 6π ഇലക്ട്രോൺ, 8π ഇലക്ട്രോൺ എന്നുള്ള കൗണ്ട് ഏതാണ്? അരോമാറ്റിക്കിന്റെ കൗണ്ട് ആണ്. ഇനി ഇതിന്റെ കേസിൽ n = 1 കൊടുത്താൽ 4 കിട്ടും, n = 2 കൊടുത്താൽ 8 കിട്ടും, n = 3 കൊടുത്താൽ 12 കിട്ടും. അപ്പൊ 4, 8, 12 എന്ന് പറഞ്ഞ ഇലക്ട്രോൺ കൗണ്ട് ആന്റി ആരോമാറ്റിക്കിൻ്റെതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആരോമാറ്റിക് എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്താന്ന് പഠിച്ചു, ആന്റി ആരോമാറ്റിക് എന്താന്ന് പഠിച്ചു. ആരോമാറ്റിക്കും ആന്റി ആരോമാറ്റിക്കും അല്ലാത്ത കോമ്പൗണ്ട് ഒക്കെ ഏത് ക്ലാസ്സിൽ വരും? നോൺ ആരോമാറ്റിക് ആയിട്ട് വരും. അപ്പോൾ ഈ നോൺ ആരോമാറ്റിക് ആണോ അല്ലേ എന്ന് നമ്മൾ നോക്കാൻ ആദ്യം നമ്മൾ നോക്കേണ്ടത് കോമ്പൗണ്ട് കോൺജുഗേറ്റഡ് ആണോ അല്ലയോ എന്നാണ്. കോമ്പൗണ്ട് കോൺജുഗേറ്റഡ് അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി നോൺ ആരോമാറ്റിക്. ഇനി കോമ്പൗണ്ട് പ്ലെനാർ അല്ല, നോൺ പ്ലെനാർ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി നോൺ ആരോമാറ്റിക്. ഇലക്ട്രോണിന്റെ എണ്ണം അത് 4n π വരാം, 4n+2 വരാം, അത് ഏതും വരാം, നോ പ്രോബ്ലം. പിന്നെ അസൈക്ലിക് വരാം, സൈക്ലിക് വരാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കോമ്പൗണ്ട് നോൺ പ്ലെനാർ ആവുക, അതുപോലെ തന്നെ നോൺ കോൺജുഗേറ്റഡ് ആവുക, എങ്കിൽ കോമ്പൗണ്ട് നോൺ ആരോമാറ്റിക് ആയിരിക്കും. സിമ്പിളി പറയുവാണെങ്കിൽ കോമ്പൗണ്ട് ആരോമാറ്റിക്കും അല്ല, ആന്റി ആരോമാറ്റിക്കും അല്ല. ഓക്കെ, അപ്പൊ ആ കേസിൽ നമ്മൾ കൂടുതൽ നോൺ ആരോമാറ്റിക്കിലേക്കാണ് വരിക. അപ്പൊ സിമ്പിൾ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ആദ്യം നോക്കേണ്ട ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ നോൺ കോൺജുഗേറ്റഡ് ആണോ നോക്കുക, എങ്കിൽ ഒന്നും നോക്കേണ്ട, നോൺ ആരോമാറ്റിക് ആയിരിക്കും. ഓക്കെ, കോൺജുഗേറ്റഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി പ്ലെനാരിറ്റിന്റെ കാര്യം, അത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. എന്താണ് പ്ലെനാരിറ്റി? ആക്ച്വലി പ്ലെനാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോളിക്യൂള് ഒരു സിംഗിൾ പ്ലെയിനിൽ വെക്കാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, നമ്മൾ ബുക്ക് എടുക്കുകയാണെങ്കിൽ ബുക്കിൽ വെക്കാൻ പറ്റണം, ബ്ലാക്ക് ബോർഡ് ആണ് ബോർഡിൽ വെക്കാൻ പറ്റണം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് അതാണ്. 2, ഡീലോക്കലൈസിങ് ഇലക്ട്രോൺ മസ്റ്റ് ബി ഇൻ എ പ്ലെയിൻ. അതായത് ചില കേസിലും മോളിക്യൂള് എന്തായിരിക്കില്ല, ഹോൾ മോളിക്യൂൾ പ്ലെനാർ ആയിരിക്കില്ല. പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഒരു സിംഗിൾ പ്ലെയിനിലായിരിക്കണം. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് ഞാൻ മാറ്റി വരികയാണ്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. അതായത് ഇത് ഹോൾ മോളിക്യൂൾ എന്താണ്, കോൺജുഗേറ്റഡ് ആണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ബോണ്ട് കണ്ടു. ഈ ബോണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ബക്കറ്റിന്റെ ഹാൻഡിൽ പിടിക്കുന്ന മാതിരി ഒന്ന് വിചാരിക്കാം. ഓക്കെ, റൈറ്റ്, ഇത് ഹാൻഡിൽ. അപ്പൊ ആ ഹാൻഡിൽ അവിടെ, ഇത് ഹോൾ മോളിക്യൂൾ എന്താണ്, നോൺ പ്ലെനാർ ആണ്. കാരണം ഇത് പ്രൊജക്ട് ചെയ്യുന്നില്ലേ, ഈ ഒരു സംഭവം എബവ് ദ പ്ലെയിനിൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹോൾ മോളിക്യൂൾ എന്താണ്, നോൺ പ്ലെനാർ ആണ്. പക്ഷേ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ ഒരു സിംഗിൾ പ്ലെയിനിലാണ്, അല്ലെ, ഒരു സിംഗിൾ പ്ലെയിനിലാണ്. അതാണ് ഇമ്പോർട്ടന്റ് കണ്ടീഷൻ. അതായത് മോളിക്യൂൾ ഒന്നെങ്കിൽ മോളിക്യൂൾ മൊത്തം പ്ലെനാർ ആയിരിക്കുക, ഇനി മോളിക്യൂൾ പ്ലെനാർ അല്ലെങ്കിൽ ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ എങ്കിലും പ്ലെനാറിലായിരിക്കുക. ഓക്കെ, അതാണ് പ്ലെനാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ മോളിക്യൂൾ ആക്ച്വലി ഇത് നമുക്ക് ആരോമാറ്റിക് കാറ്റഗറിയിൽ എടുത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ആരോമാറ്റിക് ആണോ എന്നുള്ളത് നോക്കാൻ, ഇത് സൈക്ലിക് ആണ്, ഇപ്പൊ ഇത് പ്ലെനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, സൈക്കോ ആണ്. ഇനി ഇലക്ട്രോണിന്റെ എണ്ണം 2, 4, 6, 8, 10 അല്ലെ, 4n+2 അല്ലെ, 10. when n is equal to 2, n is equal to 2 ആവുന്ന സമയത്ത് 2 × 4 8, 8 + 2 10. അപ്പൊ ഇയാൾ എന്താണ്, ആരോമാറ്റിക് ആണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. പ്ലെനാരിറ്റി നമുക്ക് കൺഫ്യൂഷൻ വരുത്തും. ഓക്കെ, ഇനി പ്ലെനാരിറ്റി ചില കേസിൽ നമുക്ക് മോളിക്യൂൾ നോക്കുന്ന സമയത്ത് പ്ലെനാർ ആയിരിക്കും, പക്ഷേ ആക്ച്വൽ മോളിക്യൂൾ പ്ലെനാർ അല്ല. അതിന് എക്സാമ്പിൾ ആണ് സൈക്ലോ ഒക്ടാ ടെട്രൈൻ എന്ന് പറയുന്നത്. ഈ മോളിക്യൂൾ നോക്കൂ, നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പ്ലെനാർ സ്ട്രക്ചർ ആയിട്ടല്ലേ വരയ്ക്കുക, പക്ഷെ അതിന്റെ ആക്ച്വൽ സ്ട്രക്ചർ നോൺ പ്ലെനാർ ആണ്, ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അപ്പൊ ഹോൾ മോളിക്യൂൾ എന്തല്ല, പ്ലെനാർ അല്ല, നോൺ പ്ലെനാർ ആണ്. നോൺ പ്ലെനാർ ആയി കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല,
നോൺ ആരോമാറ്റിക് ആണ്. ഓക്കെ, നോൺ കോൺജുഗേറ്റഡ് നോൺ പ്ലെനാർ സ്ട്രക്ചർ നോൺ ആരോമാറ്റിക് ആണ്. അപ്പൊ ഈ സൈക്ലോ ഒക്ടാ ടെട്രൈൻ എന്ന് പറയുന്ന മോളിക്യൂള് നോൺ ആരോമാറ്റിക് ആണ്. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത കാര്യം നോക്കൂ, ആരോമാറ്റിക്, ആന്റി ആരോമാറ്റിക്, നോൺ ആരോമാറ്റിക്. നോൺ ആരോമാറ്റിക്കിൽ രണ്ട് കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. കോമ്പൗണ്ട് നോൺ കോൺജുഗേറ്റഡ് ആണോ നോൺ പ്ലെനാർ ആണോ എങ്കിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല. മോളിക്യൂൾ എന്തായിരിക്കും എടോ? മോളിക്യൂൾ നോൺ ആരോമാറ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് റിംഗ് അപ് ടു 7 കാർബൺ, 7 കാർബൺ വരെ 1 2 3 4 5 6 അവിടെ അത്രയും വരെയുള്ള കോമ്പൗണ്ടുകൾ എന്തായിരിക്കും? പ്ലെനാർ ആയിരിക്കും, ഓൾമോസ്റ്റ് പ്ലെനാർ ആയിരിക്കും. പക്ഷേ 7 കാർബണിന്റെ മുകളിൽ വരുന്ന സമയത്ത് മെനോട്ട് ബി പ്ലെനാർ, അത് പ്ലെനാർ ആയിക്കൊള്ളണം എന്നില്ല. എന്തുകൊണ്ടാണ് അത് പ്ലെനാർ ആവാത്തത്? അതിന്റെ റീസൺ ചില സ്റ്റെറിക് റിപ്പൽഷൻ ആണ്, സ്റ്റെറിക് ഹിൻഡ്രൻസ് ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ കോമ്പൗണ്ട്. ഇതിനെ നമ്മൾ 10 അനുലീൻ എന്നാണ് പറയുക. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. ഇതിനെ പറയുന്ന പേരാണ് 10 അനുലീൻ. നോക്കൂ, ഇത് വരയ്ക്കുന്ന സമയത്ത് ഒരു പ്ലെയിനിലാണ് അല്ലെ, പക്ഷെ ഇതിന്റെ ആക്ച്വൽ സ്ട്രക്ചർ പ്ലെനാർ അല്ല. അതിന്റെ റീസൺ ഇതിന്റെ ഇന്റേണൽ ഹൈഡ്രജൻ തമ്മിലുള്ള റിപ്പൽഷൻ ആണ്. അതുകൊണ്ട് ഇതിന്റെ ആക്ച്വൽ സ്ട്രക്ചർ പ്ലെനാർ അല്ല, നോൺ പ്ലെനാർ ആണ്. അതുകൊണ്ട് ഇയാൾ എന്താണ്? നോൺ ആരോമാറ്റിക് ആണ്. ഇയാള് നോൺ ആരോമാറ്റിക് ആണ്. റൈറ്റ്. ഇതിനെ 10 അനുലീൻ എന്ന് വിളിക്കാൻ കാരണം ഒരു മോണോസൈക്ലിക് കോൺജുഗേറ്റഡ് ആയിട്ടുള്ള റിങ്ങിനെയാണ് നമ്മൾ അനുലീൻ എന്ന് പറയാ. അതിന്റെ മുന്നിൽ കൊടുക്കുന്ന നമ്പർ, അതിൽ എത്ര കാർബൺ ഉണ്ടോ അതിന്റെ നമ്പർ ആണ്. അപ്പൊ ഇതിൽ 10 കാർബൺ ആണുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ 10 അനുലീൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ സൈക്ലോ ഒക്ടാ ടെട്രൈൻ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് പ്ലെനാർ ആണ്, പക്ഷെ അതിന്റെ ആക്ച്വൽ സ്ട്രക്ചർ പ്ലെനാർ അല്ല. അതുകൊണ്ട് അത് എക്സെപ്ഷനലി നോൺ ആരോമാറ്റിക് ആണ്. അതുപോലെ ഇവിടെ ഈ പറയുന്ന ഈ 10 അനുലീൻ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എന്ത് തന്നെയാണ്? പ്ലെനാർ ആണ്. അതായത് നോക്കുന്ന സമയത്ത് സൈക്ലിക് ആണ്. ഓക്കെ, കോൺജുഗേറ്റഡ് ആണ്, 4n+2 പൈ ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിച്ച് അയാൾ പ്ലെനാറുമാണ് എന്ന് കൺസിഡർ ചെയ്ത് അയാൾ ആരോമാറ്റിക് ആണെന്ന് ഡിഫൈൻ ചെയ്യും. ആക്ച്വലി അത് എന്താണ്? പ്ലെനാർ അല്ല, അതുകൊണ്ട് നോൺ ആരോമാറ്റിക് ആണ്. ഓക്കെ, അപ്പൊ ആ കാര്യം, പ്ലെനാരിറ്റിന്റെ കാര്യം നിങ്ങൾക്ക് വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ? പ്ലെനാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, നോട്ടത്തിലും ആക്ച്വലി മോളിക്യൂൾ എന്തായിരിക്കണം? പ്ലെനാർ ആയിരിക്കണം. മറ്റൊരു കാര്യം, ഹോൾ മോളിക്യൂൾ പ്ലെനാർ അല്ല. അതിന് വലിയ ബ്രിഡ്ജ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, വെഡ്ജ് ഉണ്ട്, ഡാഷ് സ്ട്രക്ചർ ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് മോളിക്യൂൾ. പക്ഷെ അതിന്റെ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ഒരു സിംഗിൾ പ്ലെയിനിലാണ് വരുന്നതെങ്കിൽ, ആ മോളിക്യൂൾ, ഹോൾ മോളിക്യൂൾ എന്താണ്? പ്ലെനാർ ആണ്. ഓക്കെ, റൈറ്റ്. ഇനി 2-3 എക്സാമ്പിൾ നോക്കാം നമുക്ക് ആരോമാറ്റിക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. ഈ കോമ്പൗണ്ട് നോക്കിയേ, സൈക്ലോ പ്രൊപ്പീൻ ആണ്. ഈ കാർബൺ ആദ്യം നമ്മൾ നോക്കേണ്ടത് കോൺജുഗേറ്റഡ് ആണോ അല്ലേ എന്നാണ്. അപ്പൊ ഈ കാർബൺ sp2 ആണ്, ഈ കാർബൺ sp2 ആണ്. ബട്ട് ദിസ് കാർബൺ ഈസ് നോട്ട് sp2, ഇറ്റ് ഈസ് sp3. അതുകൊണ്ട് ഇത് നോൺ കോൺജുഗേറ്റഡ് ആണ്. നോൺ കോൺജുഗേറ്റഡ് ആണ് എങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട, മോളിക്യൂൾ ഈസ് നോൺ ആരോമാറ്റിക്. ഇറ്റ്സ് നോൺ ആരോമാറ്റിക്. അടുത്ത കോമ്പൗണ്ട്, ഇറ്റ്സ് സൈക്ലോപ്രൊപ്പീനൈൽ കാറ്റയോൺ, ഡബിൾ ബോണ്ട് sp2 ഹൈബ്രിഡൈസ്ഡ്, ഡബിൾ ബോണ്ട് sp2 ഹൈബ്രിഡൈസ്ഡ്, കാർബോ കാറ്റയോൺ sp2 ഹൈബ്രിഡൈസ്ഡ്. സോ ഹോൾ മോളിക്യൂൾ സൈക്ലിക് ആണ്, ഹോൾ മോളിക്യൂൾ പ്ലെനാർ ആണ്, 3 മെമ്പേർഡ് ആണ്. ദെൻ കോൺജുഗേറ്റഡ് ആണ്, എല്ലാ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇനി ഇലക്ട്രോണിന്റെ എണ്ണം, ഇവിടെ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? ഇവിടെ 2 പൈ ഇലക്ട്രോൺ ആണുള്ളത്. 2 പൈ എന്ന് പറയുന്ന ഇലക്ട്രോൺ ഏത് ഇക്വേഷൻ ആണ് ഒബേ ചെയ്യുക? 4n+2 ഇക്വേഷൻ ഒബേ ചെയ്യുക. when n is equal to 0, it implies n is equal to 0 ആവുന്നേരം അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 2 എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ഇത് സൈക്കോ 4n+2 ആണ്. അതുകൊണ്ട് ദിസ് കോമ്പൗണ്ട് ഈസ് ആരോമാറ്റിക്. ഓക്കെ, അടുത്ത കോമ്പൗണ്ട് സൈക്ലോ പ്രൊപ്പീനൈൽ ആനിയോൺ, sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, ഇവിടെയും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. കാർബാനിയോൺ അഡ്ജസെന്റ് ടു, ഡബിൾ ബോണ്ട് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് അല്ലെ. ഇത് ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള കാർബാനിയോൺ ആണ്, sp2 ആണ് അല്ലെ. എല്ലാ കാർബണും sp2 ആണ്, കോൺജുഗേറ്റഡ് ആണ്. അപ്പൊ മോളിക്യൂൾ സൈക്ലിക് ആണ്, മോളിക്യൂൾ പ്ലെനാർ ആണ്, 3 മെമ്പേർഡ് ആണ്, മോളിക്യൂൾ കോൺജുഗേറ്റഡ് ആണ്. എത്ര ഇലക്ട്രോൺ അവിടെ വരുന്നത്? ഈ ഡബിൾ ബോണ്ടിൽ 2 ഇലക്ട്രോൺ, പിന്നെ ഈ ഇവിടെ വരുന്ന ലോൺ പെയർ ഇലക്ട്രോൺ കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയും 2 ഇലക്ട്രോൺ. ടോട്ടൽ 4 പൈ ഇലക്ട്രോൺ ആണ് വരുന്നത്. ഇതിൽ 4 പൈ ഇലക്ട്രോൺ ആണ് വരുന്നത്. 4 പൈ എന്ന് പറയുന്നത് ഏത് ഇക്വേഷൻ ആണ് ഒബേ ചെയ്യുന്നത്? 4n ഇക്വേഷൻ ആണ് ഒബേ ചെയ്യുന്നത്. when n is equal to 1 give you 4. സോ ഇത് സൈക്കോ 4n സിസ്റ്റം ആണ്. സൈക്കോ 4n ആയാൽ it should be ആന്റി
aromatic. It should be anti-aromatic. Clear? അടുത്ത എക്സാമ്പിൾ. ഈ കോമ്പൗണ്ട് സൈക്ലോപെന്റാഡൈനൈൽ ഡൈൻ എന്ന് പറയുന്നതാണ്. സൈക്ലോപെന്റാഡൈൻ. ആദ്യം നോക്കേണ്ടത് കോൺജുഗേറ്റഡ് ആണോ എന്ന്. sp2 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 sp2, right? But this carbon is not sp2, it is sp3. Okay, അത് sp3 ആണ്. അതുകൊണ്ട് ഈ കോമ്പൗണ്ട് നോൺ കോൺജുഗേറ്റഡ് ആണ്. നോൺ കോൺജുഗേറ്റഡ് ആയാൽ പിന്നെ ഒന്നും നോക്കണ്ട, നോൺ ആരോമാറ്റിക്. ക്ലിയർ? ഓക്കെ. അടുത്ത കോമ്പൗണ്ട് സൈക്ലോപെന്റാഡൈനിൽ കാറ്റയോൺ. sp2 ഹൈബ്രിഡൈസ്ഡ്, sp2 ഹൈബ്രിഡൈസ്ഡ്, sp2 ഹൈബ്രിഡൈസ്ഡ്, sp2 ഹൈബ്രിഡൈസ്ഡ്, sp2 ഹൈബ്രിഡൈസ്ഡ്. ഓക്കെ. അപ്പൊ എല്ലാ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പൊ കോൺജുഗേറ്റഡ് ആണ്. കോമ്പൗണ്ട് സൈക്ലിക് ആണ് അല്ലെ? കോമ്പൗണ്ട് സൈക്ലിക് ആണ്. ഓക്കെ. ഇത് ഇവിടുത്തെ കേസിൽ പ്രത്യേകിച്ച് നിങ്ങൾ സൈക്ലിക് ആണോ ബാക്കിയൊന്നും നോക്കണ്ട. കോൺജുഗേറ്റഡ് അല്ലേ പിന്നെ നോൺ ആരോമാറ്റിക് ആയിരിക്കും. ഓക്കെ. അപ്പൊ സൈക്ലിക് ആണ്. 5 കാർബൺ ആയതുകൊണ്ട് പ്ലെനാർ ആണ്. കോൺജുഗേറ്റഡ് ആണ്. ഇലക്ട്രോണിന്റെ എണ്ണം ഇവിടെ 2 പൈ ഇലക്ട്രോൺ ആണ്, ഇവിടെയും 2 പൈ ഇലക്ട്രോൺ ആണ്. ടോട്ടൽ 4 പൈ ഇലക്ട്രോൺ ആണ്. 4 പൈ എന്ന് പറയുന്നത് ഏത് ഇക്വേഷൻ ആണ് ഒബേ ചെയ്യുക? ഫോറൻ ഇക്വേഷൻ ആണ് ഒബേ ചെയ്യുക. ഇത് സൈക്കോ ഫോറൻ സിസ്റ്റ് ആണ്. അതുകൊണ്ട് ഇത് ആന്റി ആരോമാറ്റിക് ആണ്. ആന്റി ആരോമാറ്റിക് ആണ്. ഓക്കെ. അടുത്ത കോമ്പൗണ്ട് സൈക്ലോപെന്റാഡൈനിൽ ആനിയോൺ അല്ലെ? sp2 ഹൈബ്രിഡൈസ്ഡ്, sp2 ഹൈബ്രിഡൈസ്ഡ്, sp2 ഹൈബ്രിഡൈസ്ഡ്, sp2 ഹൈബ്രിഡൈസ്ഡ്. ഇവിടെ നെഗറ്റീവ് ചാർജ് ഒരു പെയർ ഇലക്ട്രോൺ ഉണ്ടാവും. സൈക്ലോപെന്റാഡൈനിൽ ആനിയോൺ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരു പെയർ ഇലക്ട്രോൺ ഉണ്ടാകും. ഓക്കെ. അപ്പോ നമുക്കറിയാം കാർബൺ ആനിയോൺ അഡ്ജസെന്റ് ടു ഡബിൾ ബോണ്ട് കോൺജുഗേറ്റഡ് ആണ്. ഇയാളും കോൺജുഗേറ്റഡ് ആണ്. ഈ കോമ്പൗണ്ട് സൈക്ലിക് ആണ്. ഈ കോമ്പൗണ്ട് പ്ലെനാർ ആണ്. 5 കാർബൺ ആണ് വരുന്നത്. കോൺജുഗേറ്റഡ് ആണ്. കാരണം എല്ലായിടത്തും ഇവിടെ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, പിന്നെ ഇവിടെ വരുന്നത് ഒരു ലോൺ പെയർ ഇലക്ട്രോൺ അല്ലെ കാർബൺ ആനിയോൺ അഡ്ജസെന്റ് ടു ഡബിൾ ബോണ്ട് ആണ്. അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തെ നമുക്ക് അലൈൽ ആനിയോൺ എന്ന് പറയാം. ഇവിടെ ഈ സിസ്റ്റത്തെ അലൈൽ കാറ്റയോൺ എന്ന് പറയാം. ഓക്കെ. അപ്പൊ അത് കോൺജുഗേറ്റഡ് ആണ്. ഇവിടെ എത്ര ഇലക്ട്രോണാ വരുന്നത്? ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, പിന്നെ കാർബൺ ആനിയോന്റെ 2 ഇലക്ട്രോൺ. ടോട്ടൽ 6 പൈ സിസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ 6 പൈ എന്ന് പറയുന്നത് 4n+2 ഇക്വേഷൻ ഒബേ ചെയ്യുന്നതാണ്. 4n+2ന്റെ അവിടെ when n is equal to 1 ആവുന്ന സമയത്ത് that give you 6 അല്ലെ? അത് 6 എന്ന് പറയുന്നതായിരിക്കും. That is equal to 6. Okay, when n is equal to 1. അതുകൊണ്ട് സൈക്കോ 4n+2 ആണ്. It's aromatic. ഇയാള് ആരോമാറ്റിക് ആണ്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഫൈൻ. നമ്മൾ ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ നോക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇത് കോമ്പൗണ്ട് ആരോമാറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന സയന്റിഫിക് ഓഫീസറിന് നിങ്ങൾക്ക് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും ആരോമാറ്റിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് എല്ലാ പരീക്ഷയും ചോദിക്കുന്നതാണ്. പക്ഷെ ഇത് ഹയർ ലെവൽ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത് PG ലെവൽ ആയതുകൊണ്ട് കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ഹയർ ലെവൽ ക്വസ്റ്റ്യൻ വരുന്നത് ഇതിന്റെ അപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. എന്തൊക്കെയാണ് അരോമാറ്റിസിറ്റി, നമുക്ക് ഏതൊക്കെ സിനാരിയോയിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് വി ക്യാൻ യൂസ് അരോമാറ്റിസിറ്റി കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ടു പ്രെഡിക്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. അപ്പൊ നമ്മളിപ്പോ 3 ക്ലാസ് കോമ്പൗണ്ട് പഠിച്ചു. ആരോമാറ്റിക് പഠിച്ചു, നോൺ ആരോമാറ്റിക് പഠിച്ചു, ആന്റി ആരോമാറ്റിക് പഠിച്ചു. അവരുടെ സ്റ്റെബിലിറ്റിന്റെ ഓർഡർക്ക് വരുന്നത് ആരോമാറ്റിക് ഗ്രേറ്റർ ദാൻ, നോൺ ആരോമാറ്റിക് ഗ്രേറ്റർ ദാൻ, ആന്റി ആരോമാറ്റിക്. സോ ആന്റി ആരോമാറ്റിക് ലീസ്റ്റ് സ്റ്റേബിൾ ആണ്, ആരോമാറ്റിക് മോസ്റ്റ് സ്റ്റേബിൾ ആണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയേ. സൈക്ലോ ഹെപ്റ്റാട്രൈനിൽ കാറ്റയോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. സൈക്ലോ പെന്റാഡൈനിൽ കാറ്റയോൺ എന്ന് പറയുന്നത് രണ്ടും കാർബോ കാറ്റയോൺ ആണ്. ഇവരുടെ സ്റ്റെബിലിറ്റി എങ്ങനെ പറയും? ഇപ്പൊ ആദ്യത്തെ കോമ്പൗണ്ട് നോക്കുക. ഈ കോമ്പൗണ്ട് നോക്കുന്ന സമയത്ത് ഇയാള് 7 കാർബൺ, ഇതിന്റെ കേസിൽ ഇയാള് സൈക്ലിക് ആണ്, ഇയാള് പ്ലെനാറും ആണ്. കോൺജുഗേറ്റഡ് ആണോ? എല്ലാ കാർബണും എന്ത് തന്നെയാണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതുകൊണ്ട് ഇയാൾ കോൺജുഗേറ്റഡ് ആണ്. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2, 4, 6, 6 പൈ ഇലക്ട്രോൺ ആണ്. 6 എന്നുള്ളത് 4n+2 ഇക്വേഷൻ ഒബേ ചെയ്യുന്നതാണ്. n ഈസ് ഈക്വൽ ടു എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ 4 2 6. അതുകൊണ്ട് ഇയാള് ആരോമാറ്റിക് ആണ്. സൈക്ലോ ഹെപ്റ്റാട്രൈനിൽ കാറ്റയോൺ ഈസ് വെൽ നോൺ ആരോമാറ്റിക് കോമ്പൗണ്ട്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതിൽ ആരോമാറ്റിക് സൈക്ലോ പ്രൊപ്പീനിൽ കാറ്റയോൺ ആരോമാറ്റിക് ആണ്. സൈക്ലോ പെന്റാഡൈനിൽ കാറ്റയോൺ, ഡൈനിൽ ആനിയോൺ ആരോമാറ്റിക് ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതാക്കുന്ന സൈക്ലോ ഹെപ്റ്റാട്രൈനിൽ കാറ്റയോണും വെൽ നോൺ ആരോമാറ്റിക് കോമ്പൗണ്ട്. രണ്ടാമത് സൈക്ലോ
പെന്റാഡൈനിൽ കാറ്റയോൺ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തതാണ്. ഇയാൾ സൈക്ലിക് ആണ്, പ്ലെനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, എല്ലായിടത്തും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. എത്ര ഇലക്ട്രോണാണ് വരുന്നത്? 2 2 4. അപ്പൊ ഇത് ഫോറൻ സിസ്റ്റ് ആണ് അല്ലെ? 4 എന്ന് പറയുന്നത് ഫോറൻ സിസ്റ്റ് ആണ്. ഇയാൾ ആന്റി ആരോമാറ്റിക് ആണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാർബോ കാറ്റയോൺ ആയ സൈക്ലോഹെപ്റ്റാട്രൈനിൽ കാർബോ കാറ്റയോൺ മോർ സ്റ്റേബിൾ ദാൻ സൈക്ലോപെന്റാഡൈനിൽ കാറ്റയോൺ. രണ്ടും എന്ത് തന്നെയാണ്? കാർബോ കാറ്റയോൺ ആണ്. പക്ഷേ ഫസ്റ്റ് പറഞ്ഞ സൈക്ലോഹെപ്റ്റാട്രൈനിൽ കാറ്റയോൺ എന്ന് പറയുന്ന കാർബോ കാറ്റയോൺ മോർ സ്റ്റേബിൾ ആണ്. എന്തുകൊണ്ട്? അത് ആരോമാറ്റിക് ആയതുകൊണ്ട്. ഓക്കെ, കിട്ടി. രണ്ടാമത്തെ കാര്യം, നമ്മൾ റേറ്റ് ഓഫ് സോൾവോളിസിസ് SN1 റിയാക്ഷന്റെ റേറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ആരോമാറ്റിസിറ്റി കൺസെപ്റ്റ് ഉപയോഗിക്കും. എന്താ SN1? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ SN1 SN2. ഈ SN1ന്റെ പ്രത്യേകത അവിടെ കാർബോ കാറ്റയോൺ ഫോം ചെയ്യും എന്നുള്ളതാണ്. കാർബോ കാറ്റയോൺ ഫോം ചെയ്യും എന്നുള്ളതാണ് SN1ന്റെ പ്രത്യേകത. ഓക്കെ, റൈറ്റ്. അപ്പൊ SN1 കാർബോ കാറ്റയോൺ അവിടെ ഫോം ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ കാർബോ കാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് സോൾവോളിസിന്റെ റേറ്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാ അവിടെ പറയുന്നത്? ആക്ച്വലി റേറ്റ് ഓഫ് സോൾവോളിസിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാറ്റയോൺ. അതായത് ഏത് കാർബോ കാറ്റയോൺ ആണോ മോർ സ്റ്റേബിൾ ആയിട്ട് വരുന്നത് അതിലായിരിക്കും കൂടുതൽ റേറ്റ് ഓഫ് സോൾവോളിസിസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇത് സൈക്ലോഹെപ്റ്റാട്രൈനിൽ ബ്രോമൈഡ് ആണ്. ഇവിടെ നിന്ന് Br എലിമിനേറ്റ് ചെയ്ത് നമുക്ക് അവിടെ കിട്ടുന്ന കാർബോ കാറ്റയോൺ ആണ് സൈക്ലോഹെപ്റ്റാട്രൈനിൽ കാറ്റയോൺ. ഇയാൾ ആരോമാറ്റിക് ആണ്. അതുകൊണ്ട് ഈ സിസ്റ്റത്തില് ഒരു SN1 റിയാക്ഷൻ പെട്ടെന്ന് നടക്കും. അപ്പൊ SN1 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സോൾവെന്റുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. അതുകൊണ്ടാണ് സോൾവോളിസിസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ H2O ആവാം, അല്ലെങ്കിൽ ആൽക്കഹോൾ ആവാം, ROH. ഓക്കെ, അപ്പോ ഒരു കോമ്പൗണ്ട് ആൽക്കിൽ ഹാലൈഡ്, നമ്മൾ സാധാരണ ആൽക്കിൽ ഹാലൈഡിലാണ് SN1 റിയാക്ഷൻ പറയുക, SN റിയാക്ഷൻ പറയുക. അപ്പൊ ഇവിടുത്തെ ആൽക്കിൽ ഹാലൈഡ് സൈക്ലോഹെപ്റ്റാട്രൈനിൽ ബ്രോമൈഡ് ആണ്. ഇതില് SN1 റിയാക്ഷൻ നടത്തിയാൽ ആദ്യം ലീവിംഗ് ഗ്രൂപ്പ് ലീവ് ചെയ്യും അല്ലെ? അപ്പൊ ഈ Br ലീവ് ചെയ്യും, എന്നിട്ട് കറസ്പോണ്ടിങ് കാർബോ കാറ്റയോൺ ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആൽക്കിൽ ഹാലൈഡിൽ നിന്ന് കിട്ടുന്ന കാർബോ കാറ്റയോൺ സ്റ്റേബിൾ ആണോ, അതായത് കാർബോ കാറ്റയോൺ ആരോമാറ്റിക് ആണോ എങ്കിൽ അവിടെ സോൾവോളിസിന്റെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സോൾവോളിസിസ് നല്ല റേറ്റിൽ അവിടെ നടക്കും. അപ്പൊ അതാണ് പോയിന്റ്. റേറ്റ് ഓഫ് സോൾവോളിസിസ് എന്ന് പറയുന്നത് കാർബോ കാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പൊ നിങ്ങളുടെ കാർബോ കാറ്റയോൺ ആരോമാറ്റിക് ആണെങ്കിൽ അവിടെ നല്ല റേറ്റ് ഓഫ് സോൾവോളിസിസ് ഉണ്ടാവും. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തൊരു കാര്യം, ടു പ്രെഡിക്ട് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇൻ എ ഗിവൺ മോളിക്യൂൾ. ഓക്കെ, അതായത് ഒരു മോളിക്യൂളിൽ എക്സെപ്ഷണൽ ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും. അതും ആരോമാറ്റിസിറ്റിയുമായിട്ട് ബന്ധമുണ്ട്. അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രത്യേക ടൈപ്പ് മോളിക്യൂൾ ആണ്. ഇതിനെ നമ്മൾ പറയുന്നത് ഫൾവലീൻ എന്നാണ്. ഈ മോളിക്യൂളിനെ പറയുന്നത്, ജസ്റ്റ് പേരൊന്ന് പറയുന്നുള്ളൂ, ഫൾവലീൻ. ഓക്കെ, ഈ മോളിക്യൂളിന് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണമെങ്കിൽ ഒരു കാറ്റോണിക് പാർട്ടും വേണം, ഒരു ആനിയോണിക് പാർട്ടും വേണം. ഒരു കാറ്റോണിക് പാർട്ടും വേണം, ഒരു ആനിയോണിക് പാർട്ടും വേണം. ഓക്കെ, പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഒരു മോളിക്യൂൾ ഉണ്ടാവണമെങ്കിൽ ഒരു കാറ്റോണിക് പാർട്ടും വേണം, ആനിയോണിക് പാർട്ടും വേണം. അപ്പൊ ഈ പറയപ്പെട്ട ഈ ഒരു കോമ്പൗണ്ട്, ഇതിന്റെ സ്ട്രക്ചർ ഞാനൊന്ന് ഇവിടെ വരയ്ക്കാം. ഒരു എൻഡിൽ സൈക്ലോപെന്റാഡൈനും മറ്റേ എൻഡിൽ പ്രൊപ്പീനും ഇതുപോലെയാണ് വരുന്നത്. എന്നിട്ട് അവരൊരു കോമൺ ഡബിൾ ബോണ്ട് കൊണ്ട് ബന്ധിപ്പിച്ചതാണ്. അപ്പൊ ഇതില് ഈ മിഡിലുള്ള ഡബിൾ ബോണ്ട് പോളറൈസ് ചെയ്യും. ഇവരെ പോളറൈസ് ചെയ്ത് ഈ രീതിയിൽ പോളറൈസ് ചെയ്ത് വിൽ ഗെറ്റ് ഒരു എൻഡിൽ സൈക്ലോപെന്റാഡൈനൈൽ ആനിയോണും കിട്ടും, മറ്റേ എൻഡിൽ പ്രൊപ്പീനിൽ കാറ്റോണും കിട്ടും. നമുക്കറിയാം സൈക്ലോപെന്റാഡൈനൈൽ ഇയാളും ആരോമാറ്റിക് ആണ്, ഇയാളും ആരോമാറ്റിക് ആണ്. അപ്പൊ ഈ മിഡിലുള്ള ഡബിൾ ബോണ്ട് ഒരിക്കലും മിഡിലിൽ നിൽക്കത്തില്ല. ഇതുപോലെ പോളറൈസ് ചെയ്ത് ഒരു എൻഡിലോട്ട് വരും. ഒരു എൻഡ് പോസിറ്റീവും വരും, ഒരു എൻഡ് നെഗറ്റീവും വരും. അതുകൊണ്ട് ഇവർക്ക് എന്തുണ്ടാവും? ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെന്റ് ഇവർ കാണിക്കും. ഓക്കെ, റൈറ്റ്. അപ്പൊ അതിന്റെ കാരണം രണ്ട് എൻഡും ആരോമാറ്റിക് ആയതുകൊണ്ടാണ്. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അസിഡിറ്റിയും ബേസിസിറ്റിയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്താണ് അസിഡിറ്റിയും ബേസിസിറ്റിയും നമുക്ക് എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സൈക്ലോപെന്റാഡൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. നമുക്ക് ആസിഡ് ബേസ് എന്താ നമുക്കറിയാമല്ലോ. ഒരു സ്പീഷീസ് H+ വിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ആസിഡ് എന്നും, ഒരു H+ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് ബേസ് എന്നും. ഇപ്പൊ സൈക്ലോപെന്റാഡൈൻ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, റൈറ്റ്. ഇതിനൊരു ബേസുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്
ഈ ബേസ് വന്ന് ഈ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പം സൈക്ലോപെന്റാഡൈൻ എന്ന് പറയുന്ന ഇയാൾ പ്രോട്ടോൺ ഡോണർ ആണ്. അയാൾ പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് സൈക്ലോപെന്റാഡൈനിൽ ആനിയോൺ എന്ന് പറയുന്ന കോൺജുഗേറ്റ് ബേസ് ആണ്. ഇത് ആസിഡ് ആണ്, ഇത് കോൺജുഗേറ്റ് ബേസ് ആണ്. പിന്നെ ഇവിടെ ഒരു BH, ഒരു കോൺജുഗേറ്റ്, ഇയാൾ ബേസിന്റെ കോൺജുഗേറ്റ് ആസിഡ് ഉണ്ടാവും. ചുരുക്കി പറയുകയാണ് സൈക്ലോപെന്റാഡൈൻ എന്ന് പറയുന്ന ആള് ആസിഡ് ആണ്. എന്തുകൊണ്ട് അത് ആസിഡ് ആയി? അവിടെ നിന്ന് ആ H+ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നത് കോൺജുഗേറ്റ് ബേസ് ഹൈലി സ്റ്റേബിൾ ആണ്. ഇയാൾ എങ്ങനെ സ്റ്റേബിൾ ആണ്? ഇയാൾ സൈക്ലോപെന്റാഡൈനിൽ ആനിയോൺ എന്ന് പറയുന്ന ആള് ആരോമാറ്റിക് ആണ്. ഇയാള് ആരോമാറ്റിക് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ആസിഡിറ്റി പ്രെഡിക്റ്റ് ചെയ്യാനും, അതുപോലെ ഇവിടെ ആസിഡ് ഉണ്ടെങ്കിൽ അവിടെ ബേസ് ഉണ്ടാവും. അപ്പൊ ബേസിസിറ്റിക്കും നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. ഹൈ ലെവലിൽ ക്വസ്റ്റ്യൻ വരുന്നത് കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ SN1 റിയാക്ഷന്റെ റേറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ, ചില മോളിക്യൂളിന്റെ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ, അതുപോലെ ആസിഡിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് MCQ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒന്നാമത്തെ ചോദ്യം ഇത് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആരോമാറ്റിക്? നമ്മൾ ഇതുവരെ ചെയ്തതിലുള്ള കോമ്പൗണ്ടുകൾ ഉണ്ട്, ഇതിൽ ഏതാണ് ആരോമാറ്റിക് എന്ന് നിങ്ങളൊന്ന് സ്വയം ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ട് ഫാസ്റ്റ് വിത്ത് മെത്തനോൾ? ഇത് എന്താണ് ഇതിന്റെ കൺസെപ്റ്റ്? മെത്തനോളുമായിട്ട് ഇതിൽ ആരാണ് റിയാക്ട് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് റേറ്റ് ഓഫ് സോൾവോളിസിസ് ആണ്. അപ്പൊ ഇത് മെത്തനോളിസിസ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ നിന്ന് കിട്ടുന്ന കാർബോകാറ്റോൺ, ഇയാൾ നൽകുന്ന കാർബോകാറ്റോൺ സൈക്ലോ പെന്റാഡൈനിൽ കാറ്റയോൺ ആണ്. ഇയാൾ നൽകുന്ന കാർബോകാറ്റോൺ സൈക്ലോ ഹെപ്റ്റാട്രൈനയിൽ കാറ്റയോൺ ആണ്. റൈറ്റ്, ഇയാള് ബെൻസീന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ഇവിടെ വരും. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള സെക്കൻഡറി കാർബോകാറ്റോൺ, ഇവിടെയാണ് കാറ്റയോൺ വരിക. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റേറ്റ് ഓഫ് സോൾവോളിസിസ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്? സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ. അപ്പൊ ഈ തന്നിട്ടുള്ള 4 ഓപ്ഷൻ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോൺ ആരാണ് നൽകുന്നത്? നമ്മുടെ സൈക്ലോ ഹെപ്റ്റാട്രൈനിൽ ബ്രോമൈഡ് അല്ലേ? അപ്പോ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോൺ ഇയാളാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് മെത്തനോൾ ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുക? ഈ കോമ്പൗണ്ടുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. OMeH. ഓക്കെ, അപ്പൊ അത് ഇവിടെ വന്ന് മെത്തനോളിസിസ് നടന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് സോൾവെന്റ് വന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇവിടെ OMe വരും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, അമംഗ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വൺ വിച്ച് ഹാവ് ഹൈയസ്റ്റ് ഡൈപോൾ മൊമെന്റ്? ഹൈയസ്റ്റ് ഡൈപോൾ മൊമെന്റ്, അതിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ഡബിൾ ബോണ്ടിന്റെ 2 ഭാഗത്ത് 2 റിങ്ങുകൾ ഉണ്ടാവും. ഓക്കെ, ആ റിങ്ങിൽ 2 ഭാഗത്തും ആരോമാറ്റിസിറ്റി വരണം. അതിനുള്ള ഒരു ഷോർട്ട് കട്ട്, ഒരു ഭാഗത്ത് 5 മെമ്പേർഡ് റിംഗ് ആണ്, മറ്റേ ഭാഗത്ത് 3 മെമ്പേർഡ് റിംഗ് വരണം. ഇനി ഒരു ഭാഗത്ത് 5 മെമ്പേർഡ് ആണെങ്കിൽ മറ്റേ ഭാഗത്ത് 7 മെമ്പേർഡ് വരണം. ഈ 2 സിറ്റുവേഷനിലാണ് നമുക്ക് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുക. സെയിം 2 ഭാഗത്ത് സെയിം റിംഗ് വന്നാൽ അവിടെ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത് വരത്തില്ല. പിന്നെ ഇതിൽ 2 ഭാഗത്ത് റിംഗ് ഇല്ല, ഇതും വരത്തില്ല. ഇത് 3ഉം 7ഉം ആണ് വരുന്നത്. അപ്പൊ 3ഉം 7ഉം നമ്മളെ കാറ്റഗറിയിൽ വരുന്നില്ല, കാരണം 3ഉം 7ഉം വന്നു കഴിഞ്ഞാൽ 2 ഭാഗത്തും ആരോമാറ്റിസിറ്റി കിട്ടില്ല. പിന്നെ വരുന്നത് 5ഉം 7ഉം ആണ്. അപ്പൊ അത് നമ്മുടെ ക്ലാസ്സിലുണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഇയാൾ ഈ രീതിയിലാണ് പോളറൈസ് ചെയ്യുക. അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഓക്കെ, അസിഡിറ്റി ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അസിഡിറ്റി പറയുന്ന സമയത്ത് നമ്മുടെ റെഫറൻസ് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ സൈക്ലോപെന്റാഡൈൻ എന്ന് പറയുന്നതാണ്. ഇവിടെ 2 സൈക്ലോപെന്റാഡൈൻ ഉണ്ട്, എയും ബിയും. പക്ഷെ അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എങ്കിൽ കൂടി ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇതിന്റെ കേസിൽ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഞാനിപ്പോ മാർക്ക് ചെയ്തിട്ടുള്ളതിൽ ഏത് ഹൈഡ്രജൻ ആണ് കൂടുതൽ അസിഡിക് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് സൈക്ലോപെന്റാഡൈനിൽ ഹൈഡ്രജൻ H+ റിലീസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സൈക്ലോപെന്റാഡൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. സൈക്ലോപെന്റാഡൈനിൽ ആനിയോൺ ആണ്, അത് ആരോമാറ്റിക് ആണ് അല്ലേ? അതുകൊണ്ട് സൈക്ലോപെന്റാഡൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് അസിഡിക് ആണ്. ഓക്കെ, ഇനി സൈക്ലോപ്രൊപ്പീൻ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് നോക്കൂ, ഇത് ആസിഡ് ആണോ? അല്ലേ? ഇത് ആസിഡ് ആണെങ്കിൽ ഇവിടെ നിന്ന് H+ റിലീസ് ചെയ്ത് കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് ആരോമാറ്റിക് ആണെങ്കിൽ മാത്രമേ അത് ആസിഡ് ആവുള്ളൂ. ബട്ട് ഇത് സൈക്ലോപ്രൊപ്പീനയിൽ ആനിയോൺ ആണ്, സൈക്കോഫോറൻ ആണ് അല്ലെ? 2 2. അതുകൊണ്ട് ഇത് ആന്റി ആരോമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്ന കോമ്പൗണ്ട് ലീസ്റ്റ് അസിഡിക് ആയിരിക്കും. അപ്പോൾ ഏറ്റവും കുറവ് അസിഡിക് ബി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കാം, അല്ലാത്തൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം.
എ കട്ട് ചെയ്യാം, ബി കട്ട് ചെയ്യാം. ലീസ്റ്റ് അസിഡിക് ബി വരുന്ന ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താൻ പറ്റി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി എന്തുകൊണ്ടാണ് എ മോർ അസിഡിക് ദാൻ ബി സി ആയത്? രണ്ടിലും ഒരേ രീതിയിലുള്ള കാർബാനിയോണാണ് വരുന്നത്. രണ്ടിലും H+ റിലീസ് ചെയ്താൽ ഇവിടെയും സൈക്ലോപെന്റാഡൈനിൽ ആനിയോൺ വരും, ഇവിടെയും സൈക്ലോപെന്റാഡൈനിൽ ആനിയോൺ വരും രണ്ടിലും. പക്ഷേ എ മോർ അസിഡിക് ആവാൻ കാരണം ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നമുക്കറിയാം കാർബാനിയോണിലോട്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് മോർ സ്റ്റേബിൾ ആകും. കാരണം ഇത് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇലക്ട്രോൺ ഇയാൾ വിഡ്രോ ചെയ്യണം. അതായത് സ്റ്റെബിലിറ്റി പറയുന്ന സമയത്ത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് നള്ളിഫൈ ചെയ്യേണ്ട എഫക്റ്റ് വേണം. അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യണം. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് നള്ളിഫൈ ചെയ്യുന്ന എഫക്റ്റ് വേണം. അതായത് അവിടെ നിന്ന് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യണം, എന്നാലേ സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ. അപ്പൊ കാർബാനിയോൺ സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വേണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് CF3 വരുന്നത് കൊണ്ടാണ് എ എന്ന് പറയുന്ന കാർബാനിയോൺ മോർ സ്റ്റേബിൾ ആയത്. രണ്ടും ആരോമാറ്റിക് ആണ്. അപ്പൊ രണ്ടിലും ആരോമാറ്റിസിറ്റി ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല ഏതാണ് മോർ സ്റ്റേബിൾ എന്ന്. അപ്പൊ നമ്മൾ അവിടെ ഇലക്ട്രോണിക് എഫക്റ്റൂടെ നോക്കുന്നു. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്നത് കൊണ്ടാണ് എ മോർ സ്റ്റേബിൾ ആയത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടി സി എന്നാണ്. അപ്പോൾ ഈ ഒരു ആരോമാറ്റിസിറ്റി കൺസെപ്റ്റ് ഈ രീതിയിലുള്ള അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, റൈറ്റ്. അപ്പോ ദാറ്റ്സ് ഓൾ. അപ്പോ നിങ്ങൾ സയന്റിഫിക് ഓഫീസർ അഡ്മിഷന് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ.